വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസുമായി ബന്ധപ്പെട്ട വാർത്ത പങ്കുവയ്ക്കാമെന്നല്ലേ പറഞ്ഞത്. ഈ കേസിൽ അറസ്റ്റിലായ ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കറിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും. ഇതിനായി ഇന്ന് കോടതിയിൽ അപേക്ഷ നൽകും. അറസ്റ്റിന് പിന്നാലെ ഡിവൈഎഫ്ഐക്കെതിരെ മുദ്രാവാക്യവുമായി തിരുവള്ളൂരിൽ UDYF പ്രവർത്തകർ പ്രകടനം നടത്തി. അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായി ചേർന്നു. അഞ്ജന, ഗുഡ് മോർണിംഗ്. ജിതിൻ ഭാസ്കറിനെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും അല്ലേ? അതെ മോത്തി, ഇന്ന് ജിതിനെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഇന്നലെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഡിവൈഎഫ്ഐ നേതാവായ ജിതിൻ ഭാസ്കറിനെ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അറസ്റ്റ് ചെയ്യുന്നത്. ഇന്നലെ തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു. 30-ാം തീയതി വരെയാണ് റിമാൻഡ് കാലാവധി. അതിനിടയിൽ ഇയാളെ ചോദ്യം ചെയ്ത് കൂടുതൽ വിവരങ്ങൾ ഇയാളിൽ നിന്നും തേടാൻ ഇന്ന് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകുമെന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. ഏതായാലും ഈ കേസുണ്ടാകുന്നത് 2024 ഏപ്രിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് വിഷയം. അതിൽ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ അന്വേഷണ സംഘം ജിതിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ 200 പേർക്ക് ജിതിൻ നേരിട്ട് ഈ കാഫിർ സന്ദേശം അയച്ചു നൽകി. അത് ഫോൺ മുഖാന്തരം ഇത്തരത്തിൽ ബ്രോഡ്കാസ്റ്റ് മെസ്സേജായി ഫോർവേഡ് ചെയ്ത് അയച്ചു നൽകിയെന്ന ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആണിപ്പോൾ അന്വേഷണ സംഘം ജിതിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായും 3 വകുപ്പുകൾ ജിതിനെതിരെ ചുമത്തിയിട്ടുമുണ്ട്. അതായത് സാമൂഹിക ഐക്യം തകർത്ത് കലാപാഹനത്തിനുള്ള ശ്രമം, തെളിവ് നശിപ്പിക്കൽ, അതോടൊപ്പം തന്നെ പ്രേരണക്കുറ്റം. ഇതിനോടകം തന്നെ ഈ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് ജിതിനാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. അത് നേരത്തെ ഫോറൻസിക് പരിശോധനയിൽ ജിതിനിൽ നിന്നും ഈ സന്ദേശം ഡിവൈഎഫ്ഐയുടെ വടകര ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷിന് കൈമാറിയതായി പോലീസ് കണ്ടെത്തിയിരുന്നു. പക്ഷേ ജിതിനാണോ ഈ ഒരു സന്ദേശം ഉണ്ടാക്കിയതെന്നുള്ള കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് ഇനിയും വ്യക്തത വന്നിട്ടില്ല. അതിനുവേണ്ടിയുള്ള തെളിവുകളൊക്കെ തന്നെയും ഫോണിൽ നിന്നും ജിതിൻ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ മാത്രമാണ് അതിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. അതിനുള്ള നീക്കത്തിലാണ് ഏതായാലും അന്വേഷണ സംഘം. അതോടൊപ്പം തന്നെ ജിതിൻ ഇന്ന് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുമെന്നുകൂടി കേൾക്കുന്നുണ്ട്. അതിലൊരു വ്യക്തത വന്നിട്ടില്ല. ജാമ്യാപേക്ഷ നൽകാനുള്ളൊരു സാധ്യത പറയുന്നുണ്ട്. ഏതായാലും ഈ വടകര സ്ക്വാഡ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിക്കുന്നത്. അത് MSF നേതാവ് മുഹമ്മദ് കാസിം പ്രചരിപ്പിച്ചു എന്നുള്ള കാസിമിൻ്റെ പേരിലായിരുന്നു ആദ്യം പ്രചരിപ്പിക്കുന്നത്. പിന്നീട് അത് LDF അതിൻ്റെ ഒരു പരാതി നൽകുകയും ചെയ്തു ഇത്തരത്തിലൊരു സ്ക്രീൻഷോട്ട് പ്രചരിക്കുന്ന കാര്യത്തിൽ. പിന്നീട് ലീഗ് നേതാവ് അതിൽ ഒരു മറുപരാതിയും നൽകി. അങ്ങനെയാണ് ഇതിൻ്റെ അന്വേഷണമൊക്കെ ആരംഭിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് LDFിൻ്റെ സാമൂഹിക മാധ്യമ പോസ്റ്റുകൾ ഷെയർ ചെയ്യാനായി രൂപീകരിച്ചൊരു ഗ്രൂപ്പായിരുന്നു ഈ വടകര സ്ക്വാഡ് എന്നുള്ളത്. സൈബർ ഇടങ്ങളിലൊക്കെ പ്രശസ്തരായ ഒരുപാട് പേരന്ന് ഈ ഗ്രൂപ്പിൽ അറസ്റ്റിലായ ജിതിൻ ഭാസ്കറിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കമാണ് നടക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് അഞ്ജന സുകുമാരനാണ്.